ഇപ്പോൾ സി പി ഐ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു. പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് കേരള ഗവൺമെൻറ്റാണ്. അത് കാണിക്കുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ്. ആ വഴിക്ക് മുന്നോട്ട് പോകും. സത്യം പുറത്തു വരണം. ആരാണോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. അവർ ആ കുടുംബത്തോട് ഞങ്ങൾ തർക്കത്തിനില്ല. ഞങ്ങളുടെ മനസ്സ് ആ കുടുംബത്തിൻ്റെ കൂടെയാണ്. തർക്കത്തിനില്ല ഞങ്ങൾ അതിൻ്റെ കൂടെ. ഇതിനപ്പുറം എനിക്കിപ്പോൾ അതിനപ്പുറം ഇപ്പോൾ ഒന്നും പറയാനില്ല. ഉള്ളതുണ്ടോ? അത് നിങ്ങൾ ചോദിക്കുക. ഞാൻ CPI സെക്രട്ടറിയാണ്. CPM നിലപാടിൽ ചോദിക്കേണ്ടത് CPM സഹാക്കൾ വരിയോടെ ചോദിക്കാം. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. നേരത്തെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് മലയാള ഭാഷയിലാണ് പറഞ്ഞത്. വേറെ ഭാഷ വേണമെങ്കിൽ പറയാം. തീർന്നു. അതിനെപ്പറ്റി അതുകൊണ്ട് പറയാനെന്ത് ചോദിക്കാറുണ്ടോ? ഒന്നുമില്ല. ഈ സ്വകാര്യ മൂലധനം സ്വീകരിക്കുന്നതിലൊക്കെ CPM ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ രേഖ മുഴുവനും പഠിച്ചിട്ടില്ല. ആ രേഖ പഠിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷം ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ പക്ഷമായിരിക്കണം. പുതിയ കാലത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും പ്രത്യേകതകളെ കണക്കിലെടുക്കേണ്ടി വരും. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാന നിലപാടുകളും വർഗ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ചേ തീരും. അതുകൊണ്ട് വ്യവസ്ഥകൾ എന്തെല്ലാമായിരിക്കും, എന്തെല്ലാമാണ് അതിൻ്റെ ഉപാധികൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത ആവശ്യമുണ്ട്. ആ വ്യക്തത ഇല്ലാതെ അതേപ്പറ്റി 8-1-2 എന്ന മട്ടിൽ പറയാൻ കഴിയുകയില്ല. ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. വികസനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഇന്ത്യയിൽ തന്നെ മൂലധനം വേണ്ടിയേ മതിയാകും. പക്ഷേ ഏത് മൂലധനം, എന്ത് ടെക്നോളജി, നമുക്കില്ലാത്ത ടെക്നോളജി വരുമോ, അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടാകും, സമൂഹത്തിൻ്റെ പുരോഗതിക്ക്, ജനജീവിതത്തിന് അത് ഗുണകരമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും അതിനോടുള്ള നിലപാട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുകയായിരുന്നു.